ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ ആണ്. BTC 68,000 നിന്നും 63,000 ബ്രേക്ക് ചെയ്ത് ഇപ്പം 62,700 ആ റേഞ്ചിലേക്കാണ് ട്രേഡ് ചെയ്യണത്. ഇതിന് പല റീസൺസ് ഉണ്ട്. സോ അത് എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ പറയാം. ഒപ്പം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള SMC രീതിയിൽ BTCയുടെ ചാർട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ പറയുന്നുണ്ട്. സോ അത് കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് എൻ്റെ ഒരു അനാലിസിസ് അനുസരിച്ചിട്ടുള്ള BTCയുടെ പ്രൈസ് മൂവ്മെന്റും കൂടി ഞാൻ പറയുന്നുണ്ട്. സോ ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഈ BTC വീണ്ടും ഇപ്പം 68 നിന്ന് 62ലേക്ക് പോയെന്നുള്ളത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ ആക്ച്വലി ഇന്നലെ നമുക്ക് ഫെഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് താഴത്തേക്കും പോയില്ല, മേലേക്കും പോയില്ല. അപ്പം മേലേക്ക് പോയിരുന്നെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് മേലേക്ക് ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപ് കണ്ടേനെ. പക്ഷെ ഇന്നലെ കണ്ടേനെ. അതില്ലാത്തത് കൊണ്ട് തന്നെ കറക്ഷൻ ഉണ്ടായില്ല. മീൻസ് വലിയ രീതിയിൽ ഒരു പമ്പും ഡമ്പും ഉണ്ടാവാണ്ട് ഒരു സ്റ്റേബിൾ എന്ന രീതിയിൽ പോയി. കാരണം കറന്റ് ഉള്ള നിലവിലുള്ള റേറ്റ് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്നാലും മനസ്സിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര വന്നില്ല എന്നുള്ള രീതിയിലൊരു സെന്റിമെന്റ് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഇൻക്രീസ് അല്ലല്ലോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുക, ആൾക്കാർ റിലീഫ് ആയിക്കുമായിരുന്നു. ആ സമയത്താണ് ഇന്നൊരു എക്കണോമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ISM എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ISM എന്ന് പറയുന്നത് ISM അല്ലെങ്കിൽ PMI എന്ന് പറയും. സോ ഇതെന്താണെന്ന് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം വലിയ സംഭവം തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് കേൾക്കണമെന്ന് പറയാൻ കാരണം, ഇതിപ്പം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലൊക്കെ ആയി കഴിഞ്ഞില്ല. നമുക്കിത് പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമ്മുടെ മാർക്കറ്റിനകത്ത് കാണില്ല, ക്രിപ്റ്റോ മാർക്കറ്റിനകത്ത് അറിയില്ല. കാരണം അത്ര വലിയ രീതിയിൽ ഇവർ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷയെക്കാൾ നല്ല രീതിയിൽ കുറഞ്ഞപ്പം മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ഡംപ് ആവുകയും ചെയ്തു. അതാണ് നമ്മൾ മുൻപും പറയാറുള്ളത്, എന്തെങ്കിലും ചെറിയൊരു ന്യൂസ് പോസിറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, എന്നാൽ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് മതി ബിറ്റ് കോയിൻ ഭയങ്കരമായിട്ട് ഡംപ് ആവാൻ, ക്രിപ്റ്റോ ഭയങ്കരമായിട്ട് ഡംപ് ആവാൻ. ബിക്കോസ് ഇതെല്ലാം ഒരു സ്പെക്കുലേറ്റീവിന്റെ പുറത്ത് വാങ്ങുന്നതാണല്ലോ. സോ അതുകൊണ്ടായിരിക്കാം. സോ എന്താ പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തായിരുന്നു. സോ PMI എന്ന് പറഞ്ഞ സംഭവം എന്താ, PMI അല്ലെങ്കിൽ ISM എന്ന് പറയും. അതെന്താ വെച്ചാൽ ഒരു പ്രൈവറ്റ് കമ്പനീസിന് സർവേ നടത്തുന്നത്, മന്ത്ലി വരുന്ന ഒരു സർവേ ആണ്. സോ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ കണ്ടീഷൻ ഓഫ് ബിസിനസ് ഡിസിഷൻസ്, ലൈക്ക് എന്തൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സിന്റെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് അനലിസ്റ്റ്, അവരുടെ മൊത്തത്തിലൊരു അനാലിസിസ് ഒക്കെ വെച്ചിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ്. സോ അത് നമുക്കിപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം വേണ്ടിയേ തോന്നുന്നു. സോ ഇവിടെ പറയുന്നത് വെച്ചാൽ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ലാസ്റ്റ് മന്ത് 48.5 ആയിരുന്നു ISM മാനുഫാക്ചറിങ് PMI എന്ന് പറയുന്നത്. എക്സ്പെക്ട് ചെയ്തതിന് 48 ആണ്, പക്ഷെ അത് 46.8ലേക്കാണ് വന്നത്. ചെറിയ രീതിയിലൊരു കറക്ഷൻ അവിടെ വന്നു. അപ്പം മാർക്കറ്റ് ചെറിയ രീതിയിൽ ഒന്ന് ഓക്കെ, അത് ചെറിയ രീതിയിൽ അവിടെ നെഗറ്റീവായി വന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ISM മാനുഫാക്ചറിങ് എംപ്ലോയ്മെന്റ് എന്ന് പറയും. ഇപ്പം നാളെ ഇനി ഇൻഫ്ലേഷൻ റേറ്റ് നാളെ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. സോ ഇപ്പൊ ഇത്രയും ഡംപായത് കൺസിഡർ ചെയ്യേണ്ട, നാളത്തെ പോസിറ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ തിരിച്ച് മേലേക്കും കയറാൻ സാധ്യതകളുണ്ട്. അപ്പം ഈ ISM മാനുഫാക്ചറിങ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ 49.3 ആണ് മുൻപുണ്ടായിരുന്നു. 49 എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ അതിൽ നിന്നും ഭയങ്കര കുറവായിട്ട് 43.4ലേക്കൊക്കെയാണ് വന്നത്. സോ ഇത് ഒരു റീസൺ ആയിട്ടുണ്ട്. ഈ ഒരു റീസൺ പ്ലസ് ഫെഡിൽ നിന്ന് വലിയ രീതിയിൽ ഒരു ഇൻട്രസ്റ്റിന്റെ ഇത് വന്നില്ല, കുറവ് വന്നില്ല. അവരത് പല റീസൺസ് പറഞ്ഞു. കാരണം ഒന്നും കൂടി നോക്കിയിട്ട്, നേരെ കണ്ട് നോക്കിയിട്ട് പിന്നീടാക്കാം ഇൻട്രസ്റ്റിന്റെ ഡിസിഷൻസ് ചേഞ്ചിങ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് അതിനെ ബാധിക്കുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് ഇത്രത്തോളം വന്നത്. പ്ലസ് വേറെ രണ്ട് ന്യൂസ് എന്താ വെച്ചാൽ, ഒന്ന് മൗണ്ട് ഗോക്സിന്റെ വീണ്ടും റിലീസിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് റെഡി ആക്കണമെന്ന് പറഞ്ഞിട്ട് ബിറ്റ് കോയിൻ അവർ കൊടുത്തിട്ട് വീണ്ടും അത് സെൽ ഓഫ് നടക്കും എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, US ഗവൺമെന്റ് ആണ് ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ ഹോൾഡർ, BTC ഹോൾഡർ എന്ന് പറഞ്ഞ പോലെ US ഗവൺമെന്റിനുള്ള BTC വീണ്ടും അവർ സെൽ ഓഫ് ചെയ്യാനുള്ളൊരു തിടുക്കത്തിലേക്കാണ് പോകുന്നത്. കാരണം US പ്രസിഡന്റ് ഇലക്ഷൻ നമുക്കറിയാം, ബിഡൻ അല്ല, ഇപ്പം കമല ഹാരിസും മറ്റേ ട്രംപും ആണ്. ട്രംപ് ഭയങ്കര ബിറ്റ് കോയിൻ മാക്സിയാണ്. സോ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പോസിറ്റീവാണ്. അപ്പം പുള്ളി ഭരണത്തിൽ വരുമ്പോൾ പുള്ളി കുറേ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ് കോയിൻ കോൺഫറൻസിൽ ഗാരി ഗെൻസിലിനെ പുറത്താക്കും, നമ്മൾ ബിറ്റ് കോയിൻ നെവർ സെൽ ബിറ്റ് കോയിൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മുൻപ് സെൽ ഓഫ് ഇറ്റ് ഒഴിവാക്കുകയാണെന്ന് അറിയില്ല. എനിവേ അതും ബാധകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു 3-4 ന്യൂസിന്റെ ഒപ്പം സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടില്ല. സോ ഭയങ്കരമായിട്ട് വോളിയം ഇല്ല, റീറ്റെയിൽ വോളിയം ഇല്ല. സോ ഇതെല്ലാം കൂടി ആയപ്പോൾ ലിക്വിഡേഷൻസ് അത്യാവശ്യമായതുകൊണ്ട് തന്നെ വെയിൽസിന്റെ പ്ലേ ആയിരിക്കാം BTC വീണ്ടും താഴത്തേക്ക് വരാനുള്ള കാരണം. ഇതുകൊണ്ടാണ് 68ൽ നിന്ന് 62ലേക്ക് വരാനുള്ള കാരണം എന്നാണ് മൊത്തത്തിലുള്ള ന്യൂസസ് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇനി എൻ്റെതായ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ആദ്യം 1 ഡേ ചാർട്ട് എടുത്ത് നോക്കുമ്പം 1 ഡേ ചാർട്ടിനകത്ത് 4 അവർ ചാർട്ടിനകത്ത് മാർക്കറ്റ് ചെറിയ രീതിയിൽ ബുള്ളിഷ് തന്നെയായിരുന്നു. 1 ഡേ ചാർട്ടിനകത്ത് നമുക്ക് കാണാം ഇവിടെ ഇതായിരുന്നു എക്സ്ട്രീം സോൺ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം 1 ഡേക്കകത്ത് നമുക്ക് ബിയറിഷ് ആയി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ്, അതായത് 50,700 എന്നുള്ള റേഞ്ച് ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യണം. അതായത് ഈ ഒരു ക്ലോസ് 1 ഡേ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഇവിടെ ബോഡിയോട് കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം യെസ്, ബുള്ളിഷിൽ നിന്ന് ബേറിഷിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പം നമുക്കത് പറയേണ്ട ആവശ്യമില്ല, കാരണം അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ 1 അവറിൽ മീൻസ് ഡെയിലി ക്യാൻഡിലിൽ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഹാഫ് പോലും മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കണം. ഇത് നമ്മുടെ ഒരു സോണാണ്, ഇത് മൊത്തം ഒരു ഡിമാൻഡ് സോൺ ആണ്. സോ ഇതിന്റെ ഹാഫിൽ പോലും മിറ്റിഗേറ്റ് ആയിട്ടില്ല. സോ ഇനി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനും സാധ്യതകളുണ്ട്. ബട്ട് അറിയില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത്. സോ ഇവിടെ വരെ വന്നിട്ടില്ല. സോ ഇപ്പോഴും മിറ്റിഗേറ്റ് ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട്. പിന്നെ ഈ ഒരു വൺ ഡേ ചാർട്ട് ഞാൻ ഒന്ന് റിഫൈൻ ചെയ്തപ്പം ഇവിടെ നമുക്ക് ഒരു 4 ഹവറിനകത്തും ഇവിടെ ഒരു നമുക്ക് സോൺ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഏകദേശം ഇത് ഇവിടെ വന്ന് റിഫൈൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് പറഞ്ഞാൽ 52,000 ഒക്കെയാണ്. അവിടേക്കൊക്കെ വരുമെന്ന് അറിയില്ല. ബട്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാം, കൺസിഡർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സോ ഇവിടെ വന്ന് ഇവിടെ ഒരു സോൺ ഉണ്ട്, ഇതിനകത്തുള്ള റിഫൈൻഡ് സോൺ ആണ്. സോ ഇവിടെ വന്ന് തട്ടി പോകാനും സാധ്യതകളുണ്ട്. വൺ ഡേ ചാർട്ടിനകത്ത് പോസിറ്റീവ് തന്നെയാണ്. ബട്ട് മീൻമേൽ വൺ ഡേ ചാർട്ടിനകത്ത് പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ 4 ഹവർ ചാർട്ടിനകത്ത് സംഭവം ബുള്ളിഷ് ആയിരുന്നെങ്കിലും ഇപ്പം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളിവിടെ 4 ഹവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിവിടെ ഈ ഫസ്റ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ചോച്ച് കിട്ടിയായിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ കൺഫേം ചെയ്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ അതെ ഈ സാധനം ഇവിടെ വന്നു. ഇവിടെ നമുക്ക് ഐഡിയം ആണ്. ഈ ഒരു ഐഡിയം ഓൾറെഡി എടുത്തു. ഐഡിയം എടുത്തപ്പോൾ നമ്മുടെ ലോ എന്ന് പറഞ്ഞ സാധനം ഇതായിരുന്നു. നമ്മുടെ ലോ എന്ന് പറഞ്ഞത് ഈ ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ ലോ ഉണ്ടായിരുന്നത്. സംഭവം ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുത്തപ്പോൾ ഈ ഒരു ഐഡിയം എടുത്തപ്പോൾ ഇത് ഹൈയും ഇത് ലോ ആയിരുന്നു. അതിനുശേഷം പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. സോ ഇതൊരു ഹൈ ആയിരുന്നു. ഈ ഹൈൻ്റെ ഇൻഡ്യൂസ്മെന്റ് ഐഡിയം ഇവിടെ എടുത്തു. ഇൻഡ്യൂസ്മെന്റ് ഇവിടെ എടുത്തായിരുന്നു, ഇവിടെ ലിക്വിഡിറ്റി എടുത്തായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ബോഡി ബ്രേക്കോടുകൂടി ക്ലോസ് ചെയ്തേക്കാണ്. അതായത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുള്ള ലോ നമുക്ക് ഈ ഒരു ആംഗിൾ, അതായത് പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുള്ള ലെഗിനെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബോഡിയോട് കൂടി. അപ്പം ഇതിപ്പം ബുള്ളിഷ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ബിയറിഷ് വന്ന സാധനം ഇവിടെ വന്നപ്പം ഒരു ബുള്ളിഷിലേക്കുള്ള ടെൻഡൻസി കാണിച്ചു, ബുള്ളിഷായി. ഇപ്പോൾ വീണ്ടും ബുള്ളിഷിൽ നിന്ന് ബിയറിഷിലേക്കുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ നമ്മൾ പറയാം 4 ഹവറിൽ വീണ്ടും ബിയറിഷ് ആയി എന്ന്. ഇപ്പം നമുക്ക് ബിയറിഷ് ആയെന്നും പറയാൻ പറ്റില്ല, ബുള്ളിഷ് ആണെന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് അങ്ങനെ കിടന്ന് കളിക്കുകയാണ്. കാരണം ബുള്ളിഷ് ആയിരുന്ന സാധനം ഒരു ഇത് കാണിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ ബിയറിഷ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തട്ടിന് തിരിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടുത്തൊരു സോൺ ബ്രേക്ക് ചെയ്ത് വരുന്ന വരെ നമുക്ക് പ്രശ്നമില്ല. ബട്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കേസാണ്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള സോൺസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്ക് ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കാണ് ഞാൻ സോണായിട്ട് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഈ വിക്ക് മിറ്റിഗേറ്റഡ് അല്ല. ഈ വിക്കിനനുസരിച്ച് ഇവിടെ ഒരുപാട് ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും. സോ അത് മിറ്റിഗേറ്റഡ് അല്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ ആ വിക്കിനകത്താണ് മാർക്കറ്റ് വന്ന് കിടക്കുന്നത്. സോ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നപ്പം ഇത് നമ്മളുടെ ഡിസിഷണൽ സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിസിഷണൽ സോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തട്ടി മേ ബി മാർക്കറ്റ് മേലേക്ക് പോവാം, അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു എക്സ്ട്രീം സോൺ അല്ല, ഡിസിഷണൽ സോൺ ആണ്. സോ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതൊരു ഡിസിഷണൽ സോൺ ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം വിക്ക് മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്തേക്കണേ. അടുത്ത ഒരു മേജർ സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇംബാലൻസും ഉണ്ട്. സോ ഇത് നമുക്ക് വിക്ക് അല്ലാത്ത ഒരു പ്രോപ്പർ സോണാണ്. ഇത് SMT എന്ന് പറയാൻ പറ്റില്ല, കാരണം വിക്ക് സോൺ എത്രത്തോളം വാലിഡ് ആവുമെന്ന് അറിയില്ല. ഇഫ് വാലിഡ് ആയില്ല മീൻസ് വിക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ മിറ്റിഗേറ്റർ ആണ്. ഈ ഒരു ഭാഗം നമുക്കൊരു ഇംബാലൻസ് തന്നിരുന്നെങ്കിൽ പോലും, അതായത് ഈ ഒരു ഭാഗം നമുക്ക് ഇംബാലൻസ് തന്നിരുന്നെങ്കിൽ പോലും അത് മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിക്ക് സോൺ എത്രത്തോളം വാലിഡ് ആവുമെന്ന് അറിയില്ല. സോ ഇവിടെ ഇത് റെസ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇത് റെസ്പെക്ട് ചെയ്തിട്ട് മേലേക്ക് പോകണം, അതല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സെക്കൻഡ് സോൺ ഈസ് ഓൾവേസ് SMT ട്രാപ്പ് ആണെന്ന് പറയും. ബട്ട് ഇത് ഇങ്ങനത്തെ ഒരു സിനാരിയോ ആയതുകൊണ്ട്, കാരണം ഇവിടെ വിക്ക് സോൺ മാത്രമേ ഉള്ളൂ, മെയിൻ ആയിട്ടുള്ള സാധനം ഓൾറെഡി മിറ്റിഗേറ്റർ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാതിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു മാർക്കറ്റ് ഈ രീതിയിലേക്ക് 60,000ലേക്ക് തട്ടി വീണ്ടും മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അപ്പം ഇത് നമുക്ക് ഒരു ഡിസിഷണൽ സോൺ ആവില്ല, ഇതായിരിക്കും നമ്മുടെ ഡിസിഷണൽ സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇഫ് ഇത് തട്ടിയില്ല എന്നുണ്ടെങ്കിൽ 4 ഹവറിൽ അടുത്തൊരു വിക്ക് സോൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ്ട്രീം സോൺ. പ്രോപ്പറായിട്ട് വിക്കല്ലാത്തൊരു സോൺ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് 60,000. സോ മേ ബി ഇവിടെ തട്ടി പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 57 റേഞ്ചിലേക്ക് വീണ്ടും വന്ന് കറക്ഷൻ എടുത്ത് പോകാനുള്ള സാധ്യതകളും 4 ഹവറിൽ കാണുന്നുണ്ട്. ബട്ട് ഇതെല്ലാം ഒരു പ്രോബബിലിറ്റി ആണ്. ഞാൻ പറയുന്നത് ഇതുകൊണ്ട് ഒരിക്കലും കറക്റ്റ് ആവുമെന്നല്ല ഞാൻ പറയുന്നത്, ഓൾ ആർ പ്രോബബിലിറ്റീസ്. ഈ ചാർട്ട് എന്തായാലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം എന്താണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് പോണേന്നനുസരിച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.